നമസ്കാരം. വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഒരു വീഡിയോയുമായി എത്തുകയാണ്. രസകരമായ ഒരു വാർത്തയാണ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു വനിതാ ഫിലിം അവാർഡ്. അങ്കമാലിയിൽ വെച്ച് നടന്ന അവാർഡ് ഗംഭീര പരിപാടിയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ പോയി കണ്ടതാണ്. തുടക്കം മുതൽ അവസാനം വരെ കണ്ട ഒരു വ്യക്തിയാണ്. അതിന് വനിത കുറേ നാളുകൾക്ക് ശേഷമാണ് അവാർഡ് ഷോ നടത്തിയത്. കോവിഡിന് മുമ്പ് നടത്തിയാണ്. അതിനുശേഷമുള്ള എല്ലാ വർഷത്തിനും സിനിമകൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തുകൊണ്ട് സൂപ്പർ പ്രോഗ്രാം, മോഹൻലാലും മമ്മൂക്കായും ഉൾപ്പെടെ പങ്കെടുത്ത സൂപ്പർ പ്രോഗ്രാമായിരുന്നു. അതിന് വനിതയ്ക്ക് ആദ്യം ബിഗ് സല്യൂട്ട്. ഇടവേള ബാബുച്ചേട്ടനാണ് ഇതിൻ്റെ മൊത്തം ഡയറക്ഷൻ ഏറ്റെടുത്ത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി ആളുകളുണ്ട്. ഇവർക്കെല്ലാം ഒരു സല്യൂട്ട് നൽകിക്കൊണ്ടുവന്ന ഈ വാർത്ത തുടങ്ങുകയാണ്. അവിടെ ഏറ്റവും രസകരമായ 2-3 മുഹൂർത്തങ്ങളാണ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുന്നത്. മോഹൻലാൽ അതിമനോഹരമായി ഗാനം ആലപിക്കാനെത്തി. ആ ഗാനം ആലപിക്കാനെത്തുമ്പോൾ മോഹൻലാൽ എന്ന നടനെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിയാണ്. ഞാൻ മോഹൻലാലിനെ പറ്റിയാണ് പറയുന്നത്. സിനിമാഭിനയത്തിൽ മോഹൻലാലിന് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ അദ്ദേഹം യാത്ര തുടരുകയാണ്. പക്ഷെ നടന്നതിനപ്പുറത്തേക്ക് ഒരുപാട് വിദ്യകൾ അദ്ദേഹം ശ്രമിക്കാറുണ്ട്, മാജിക് ഉൾപ്പെടെ. മോഹൻലാൽ മാജിക് ചെയ്യണം നമ്മൾ കണ്ടിട്ടുണ്ട്. മോഹൻലാൽ സിനിമയിലും പുറത്തുമൊക്കെ ഒരുപാട് ഡാൻസ് ചെയ്യുന്ന ആളാണ്, പാട്ട് പാടുന്ന ആളാണ്. മമ്മൂക്ക ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ വലിയ രീതിയിൽ കയ്യടിയായിരുന്നു അവിടെ ഉണ്ടായത്. പിന്നീട് മോഹൻലാലിൻ്റെ ഗാനങ്ങൾ 11 ഗാനങ്ങൾ ചേർത്ത് അദ്ദേഹം പാടിയപ്പോൾ അതിലപ്പുറത്തേക്കുള്ള കയ്യടി അവിടെ ഉണ്ടായി എന്ന കാര്യത്തിൽ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരാളാണ്. അതിന് മുമ്പായിരുന്നു ഒരു ഡാൻസ്, ലാലേട്ടൻ്റെ ഒരു ഡാൻസ് ഉണ്ടായി. വനിതാ ഫിലിം അവാർഡിൽ ഷാറൂഖ് ഖാൻ്റെ ജവാൻ സിനിമയിലെ സിന്ദബന്ദ പാട്ടിന് ഡാൻസ് കളിച്ചുകൊണ്ട് ലാലേട്ടൻ എത്തിയത് വലിയ രീതിയിൽ കയ്യടി വാങ്ങി എന്നുള്ളത് ഒരു സംശയമില്ല. ഈ ഡാൻസിന് തൊട്ട് പിന്നാലെ ഷാറൂഖ് ഖാൻ അദ്ദേഹത്തിൻ്റെ ട്വിറ്റിൽ പറയുന്നത് രസകരമായി ലാലേട്ടനെ പുകഴ്ത്തിക്കൊണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയത് ഇപ്രകാരമായിരുന്നു: ഈ ഗാനം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കി തന്നതിന് നന്ദി മോഹൻലാൽ സാർ. താങ്കൾ ചെയ്തതിൻ്റെ പകുതി നന്നാക്കി എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്നാണ് എൻ്റെ ആഗ്രഹം. അതിൻ്റെ അവസാനം ഷാറൂഖ് ഖാൻ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: താങ്കളോടൊപ്പം വീട്ടിൽ നിന്നും ഡിന്നർ കഴിക്കാൻ ഞാൻ കാത്തിരിക്കുന്നു എന്നാണ് ഷാറൂഖ് ഖാൻ അതിനകത്ത് കുറിച്ചത്. താങ്കളോടൊപ്പം എന്നാലും ലാലേട്ടനൊപ്പം വീട്ടിൽ വന്ന് ഡിന്നർ കഴിക്കാൻ കാത്തിരിക്കുന്നു എന്നാണ് ഷാറൂഖ് ഖാൻ കുറിച്ചത്. ഇതിന് മറുപടിയുമായി ലാലേട്ടനും എത്തി. ഇവർ അത്രയും സുഹൃത്തുക്കളായതുകൊണ്ടാണ് അത്തരം മറുപടിയും കൊടുക്കുന്നത്. ലാലേട്ടൻ കൊടുത്ത മറുപടി ഇപ്രകാരമായിരുന്നു: പ്രിയപ്പെട്ട ഷാറൂഖ്, നിങ്ങളെപ്പോലെ മറ്റാർക്കും ഇത് ചെയ്യാൻ സാധിക്കില്ല. മറ്റാർക്കും അനുകരിക്കാനും സാധിക്കാത്ത ശരിക്കുമുള്ള സിന്ദബന്ദ നിങ്ങളാണ്. നല്ല വാക്കുകൾക്ക് നന്ദി. പിന്നെ ഡിന്നർ മാത്രം മതിയോ? അതാണ് പിന്നീട് ലാലേട്ടൻ പറയുന്നത്. ഡിന്നർ മാത്രം മതിയോ? ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചും സിന്ദബന്ദ ആയാലോ എന്ന് ചോദിക്കുന്നു. രസമായ മറുപടിയാണ് ലാലേട്ടൻ കൊടുക്കുന്നത്. തൊട്ടു പിന്നാലെ ഷാറൂഖ് ഖാൻ മറുപടിയുമായി എത്തുകയാണ്. ഷാറൂഖ് ഖാൻ മറുപടിയായി എത്തുന്ന ഇപ്രകാരമാണ്: തീർച്ചയായിട്ടും തങ്ങളുടെ വീട്ടിലോ അതോ എൻ്റെ വീട്ടിലോ എന്ന് മറുപടി ഷാറൂഖ് ഖാൻ നൽകി. അത് ആത്മബന്ധമാണ്. എൻ്റെ വീട്ടിലാണോ അതോ ലാലേട്ടൻ്റെ വീട്ടിലാണോ എന്നാണ് മറുപടി നൽകിയത്. ഉടൻ തന്നെ ലാലേട്ടൻ്റെ മറുപടി അതിലും രസകരമായി ലാലേട്ടൻ മറുപടി നൽകുന്നു. ലാലേട്ടൻ മറുപടി കൊടുത്തത് ഇപ്രകാരമാണ്: താങ്കൾ അതിഥിയായി എൻ്റെ അടുത്തേക്ക് എത്തുന്നതിലാണ് എനിക്ക് സന്തോഷമെന്നാണ് ലാലേട്ടൻ നൽകിയത്. എന്തായാലും രസകരമായ ഡാൻസായിരുന്നു. രസകരമായി ആളുകൾ ഏറ്റെടുത്തു. പ്രേക്ഷകർ ഇനി വനിത ടെലികാസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും കാണുന്നത്. അതും പ്രേക്ഷകർ ഏറ്റെടുക്കും. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എത്രമാത്രം രസകരമായി പോയി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവരുടെ ഈ ചോദ്യം ഉത്തരം പോലെയുള്ള ട്വിറ്റിലുള്ള മറുപടി എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വളരെ ഗംഭീരമായി ലാലേട്ടൻ ഡാൻസ് ചെയ്തുകൊണ്ടുള്ള അഭിനന്ദനമാണ് ഷാറൂഖ് ഖാൻ നൽകിയെന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ചെയ്തു വെച്ച ഡാൻസാണ് ജവാൻ സിനിമയിൽ ചെയ്തു വെച്ച ഡാൻസ്. മോഹൻലാൽ പ്രസന്നം മാഷിൻ്റെ കുട്ടികളുമായിട്ട് ആ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് 2 ദിവസത്തെ പ്രാക്ടീസിന് ശേഷം ആ സ്റ്റേജിൽ കളിച്ചപ്പോൾ വലിയ രീതിയിലാണ് ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഷാറൂഖ് ഖാൻ ഇത്തരം ഒരു കുറിപ്പുമായി വന്നതും ഷാറൂഖ് ഖാനും മറുപടിയായി ലാലേട്ടൻ വന്നതും. ലാലേട്ടൻ നിങ്ങൾ പൊളിയാണ് കേട്ടോ. ഓക്സിജനിൽ ഏപ്രിൽ 10 വരെ എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.